ആക്സിഡന്റൽ ആക്ടർ എന്നാണ് അജിത്ത് സ്വയം വിശേഷിപ്പിക്കുന്നത്. തമിഴ് സിനിമയിൽ ഗോഡ് ഫാദർ ഇല്ലാതെ സ്വയം വളർന്നു വന്ന വ്യക്തിയാണ് അജിത് കുമാർ. പ്രത്യേകിച്ച് അഭിമുഖങ്ങൾ ചെയ്യാറില്ല, തുടർച്ചയായി സിനിമകളും ചെയ്യാറില്ല, വൻ പ്രതിഫലം വാങ്ങാറില്ല, സിക്സ് പാക്ക് ഇല്ല, എന്തിനേറെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പോലും അക്കൗണ്ടുകൾ സജീവമല്ല. എന്നിട്ടും സിനിമാ പ്രേക്ഷകർക്കും ആരാധകർക്കും എന്നും തലയെന്നാൽ ഒരു വികാരമാണ്. വെള്ളിത്തിരയ്ക്കപ്പുറത്തുള്ള അജിത്ത് എന്ന നടന്റെ ഇഷ്ടങ്ങളും മണ്ണിൽ തൊട്ടുള്ള ജീവിത രീതിയും തന്നെയാണ് ആ വികാരത്തിന് പിന്നിലെ ഒരേയൊരു പ്രധാനപ്പെട്ട കാരണം. എന്നാൽ വിജയങ്ങളുടെ മാത്രമല്ല പരാജയങ്ങളുടെയും നീണ്ട നിര അജിത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഓരോ നാൾവഴികളിലും നാം കണ്ടിട്ടുണ്ട്. ഇമേജ് നോക്കാതെ തന്റെ യഥാർത്ഥ രൂപം ആരാധകർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തല. അതായത് തന്റെ നരച്ച തലമുടി കറുപ്പിക്കാതെ തന്നെയാണ് അജിത്ത് സിനിമയിൽ അഭിനയിക്കുന്നത്. എ.കെ എന്നും തലയെന്നും ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന താരത്തിന്റെ സിനിമാ ജീവിതത്തിൽ കയ്പും മധുരവും അറിഞ്ഞിട്ടുണ്ട്. നാളിതുവരെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയാണ് അജിത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. വിടാമുയർച്ചി, ഗുഡ് ബാഡ് അഗ്ലി എന്നീ ചിത്രങ്ങളാണ് അജിത്തിന്റേതായി ഒടുവിലിറങ്ങിയ സിനിമകൾ. അജിത്തിന്റെ വിടാമുയർച്ചി ആഗോളതലത്തിൽ 126 കോടി മാത്രമാണ് നേടിയതെന്നാണ് റിപ്പോർട്ടുകളും കണക്കുകളും പറയുന്നത്. വേണ്ടത്ര വിജയം ചിത്രത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പറയുന്നത്. അതായത് ചിത്രത്തിന്റെ ബജറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിലായിരുന്നു. എന്നാൽ അതിനുശേഷം എത്തിയ ഗുഡ് ബാഡ് അഗ്ലി അത് വേറെ ലെവൽ തന്നെയായിരുന്നു. അജിത്ത് കംബാക്ക് എന്നാണ് സിനിമ കണ്ടവർ പറഞ്ഞത്. ആരാധകരെ ഇളക്കിമറിച്ച ചിത്രം. ആഗോളതലത്തിൽ 200 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത്. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, അഭിനയം പോലെ തന്നെ റേസിംഗിലും അജിത്ത് തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ താല്പര്യവും നമുക്കറിയാം. റേസിംഗും സിനിമയും ഒരുപോലെ കൊണ്ടുപോകാനാണ് തന്റെ തീരുമാനമെന്ന് താരം അറിയിച്ചിരിക്കുകയാണ്. അഭിനയവും റേസിംഗും തന്റെ പാഷനാണ്. അതിനാൽ തന്നെ രണ്ട് കാര്യവും ഒരുപോലെ കൊണ്ടുപോകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും താരം പറയുന്നു. ഈ വർഷം നവംബറിൽ തന്റെ പുതിയ സിനിമയുടെ വർക്കുകൾ തുടങ്ങുമെന്ന സന്തോഷ വാർത്തയും ആരാധകർക്ക് വേണ്ടി അജിത്ത് പങ്കിടുന്നുണ്ട്. അടുത്ത വർഷം മെയ് ജൂൺ മാസങ്ങളിലായി ചിത്രം റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും താരം പറയുന്നുണ്ട്. എന്നാൽ പുതിയ സിനിമയുടെ സംവിധായകനെക്കുറിച്ചോ മറ്റ് അണിയറ പ്രവർത്തകരെക്കുറിച്ചോ താരമൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാലും താരത്തിന്റെ പുതിയ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് തമിഴ് ലോകവും സിനിമാ പ്രേമികളും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.